ചേച്ചിയേ ചേച്ചിയേ ആവാനത്തിലുള്ള സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എടാ പൊട്ട, നീ എന്തിനാ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? പിന്നെ അത് വീട്ടിൽ തട്ടമ്പുറത്തോണ്ട് വെക്കാല്ലേ ദിനേശ് ചേട്ടൻ പറഞ്ഞേ. ദിനേശ് ചേട്ടനോ? ഇപ്പോ നീ വന്നേ, വന്നടാ, വാ, നീ വന്നേ, നീ ഇത് കൊളാക്കൂ. ആരറിയാണ്ട് ചെയ്താൽ കണ്ടുപിടിക്കില്ല എന്ന് കരുതിയ തരുമോ? ഉഷാറായിട്ടുണ്ട് കേട്ടാ. പക്ഷേ ഇതിനടിയിൽ CPK ചിന്തമംഗലം എഴുതണം. നല്ല കേരളോത്സവത്തിന് കൊടുക്കുമ്പോ അത് നമ്മൾ കൊടുത്തത് മനസ്സിലാവുള്ളൂ. കറക്റ്റല്ലേ? ഞാനും അതിപ്പോ ആലോചിക്കായിരുന്നു. അതെപ്പോ എന്നാ പെട്ടെന്ന് എഴുത് കേട്ടാ. ശരി, ലാൽ സലാം. ലാൽ സലാം. നല്ല മുഖം അല്ലേ? തുടങ്ങിട്ടോ, പാട്ട് കുറച്ച് ഒച്ചത്തിൽ വെച്ചോ. ഇല്ല, കട്ട് ചെയ്യുന്നില്ല. പന്തും വിളക്കും പൊരന്നേര് കത്തിക്കയാള് എല്ലാം കത്തിക്കുന്ന തോന്നുന്നത്. തുടങ്ങാൻ പോകുന്നു. നെയ്യ് എടുക്കുക ആശാനെ. നെയ്യില്ല, ഡാൽട്ട. പിന്നെ വേറെ പാടാ. മരിച്ച ആത്മാക്കൾ വരുമ്പോ പൊറോട്ട എന്നിട്ടാ മരിച്ചെങ്കിലോ? അതെ, ഞാനെന്നാ താഴത്തേക്ക് പോട്ടെ. അച്ഛമ്മക്ക് ഇനി സംശയമൊന്നും തോന്നണ്ട. അടിക്കാണ്ട് ചെയ്യാൻ പറ്റുമോ? 2 പെഗടിച്ചിട്ട് കൈവറിച്ച് കളയും. അതല്ലെന്ന്, ഈ മണി അടിക്കാതിരിക്കാൻ പറ്റുമോ? ഇതൊരു പാർട്ടി ഗ്രാം ആയതുകൊണ്ടേ. അങ്ങനെ ചെയ്തൂടെ? മണി അടിച്ചിട്ടെങ്കില് അടിക്കാത്ത പൊറോട്ട പോലെ ആവും. കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ 10-13 ആള് ഈ മണിയടിന്റെ ശബ്ദം കടിച്ച് വെറുത്തിട്ട് പോണം ഇല കയറി പോകാൻ വേണ്ടിട്ട്. വലിയ പണിയാണ്. നടക്കൂല കേട്ടോ, ഇവിടെ വന്നടി നടന്നോണ്ടിരിക്കുക. ഞാൻ വോളിയം കൂട്ടി വെക്കാം. ആ പറഞ്ഞാ മതി, ഞാൻ ഇവിടെ സജിലൂടെ ഉണ്ട്. ടെൻഷൻ. അയ്യോ ദിനേശ, എന്താ പരിപാടി? ഞാനാ അത് ഇങ്ങടെയാളാ മാതൃസംഘം. ഇയാള് മാഷ് ക്ലാസ്സിന് വരണ ആളെ പിടിച്ചിരുത്തണം. എന്റെ കാലിന്റെ ഇടയിലാ പടക്കം പൊട്ടിക്കല്. എന്താ ദിനേശ ആകെ പുകമയം? ചെറിയമ്മ കൊതിന് വേണ്ടി. അതെ അതെ, ഞാൻ വിചാരിച്ചു വീടിന് തീ പിടിച്ചു. അച്ഛമ്മക്ക് എങ്ങനെയുണ്ട്? അച്ഛമ്മ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒന്ന് കേറി കണ്ടേക്കാം. കുറെ ദിവസം അച്ഛമ്മേനെ കുളിപ്പിക്കാൻ കേട്ടിരിക്കാം. അതെ അതെ, ഇപ്പൊ കേട്ടോ. എന്നാ കുളിക കുളിയായിട്ടല്ലേ? അല്ല, കുളിപ്പിക്കാൻ കുറച്ച് സമയം എടുക്കും. അതെ, പിന്നെ വരാൻ പുക കണ്ടു കൊടുത്തൊരുങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? ഉമ്മക്കൊലസുവിന്റെ വീട്ടിലെ സ്റ്റഡി ക്ലാസ്സിന് പോയതാ. എന്താടി തട്ടുമ്പുറത്ത് ഓരോ ഒച്ച വെക്കുന്നത്? കുട്ടികൾ എന്തെങ്കിലും അടുക്കി പെറുക്കി വെക്കുന്നതായിരിക്കും. ഓലി ഓരോ അടുക്കി പെറുക്കല്. എനിക്ക് വയ്യാണ്ടായി പോയി. ഇല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ അടിച്ചു ഓടിച്ചേനെ. ആദ്യം എണീറ്റ് നടക്കാൻ നോക്ക്, എന്നിട്ടല്ലേ തട്ടുമ്പുറം. അമ്മേ, ലേശം കഞ്ഞി കുടിച്ചോളി. ചമ്മന്തിയും മുള്ള വറുത്തവും ഉണ്ട്. ഇന്നെന്താണീ നേരത്തെ കഞ്ഞിയും ചമ്മന്തിയും? നേരത്തെ കഞ്ഞി കുടിച്ചിട്ട് നേരത്തെ കിടന്നോട്ടെ ചേച്ചിട്ടാ. ഞാൻ കിടക്കന്നല്ലേ, ഇന്നെ കിടത്തണോ? ഇങ്ങനെ നൊടിയാണ്ട് കഞ്ഞിയാ കുടിച്ചോ. 24 നേരം കഞ്ഞിയുണ്ട്. കഞ്ഞി ചോറൊന്നും വെക്കല്ല നിങ്ങള്. കുടിച്ചാട്ടെ. കേളപ്പാടിന്റെ കുറെ സാധനങ്ങളുണ്ട് അവിടെ. എല്ലാ ഐറ്റുകളും നാശാക്കി. കുടിച്ചോളി അമ്മേ. വെള്ളം നിറഞ്ഞില്ലേ? ഗൃഹനാഥ, ആ പീഠത്തിൽ അങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട് കണ്ണടക്കുക. നിങ്ങളും കണ്ണടക്കുക, എന്നിട്ട് കൈകൂപ്പുക. കണ്ണടയ്ക്ക, കൈ കൂപ്പൂല.
കൈ കൂപ്പുക. കൈ കൂപ്പ്. ചൊവ്വടോ. കൂപ്പിയ. ഏകം. കരുത് കരുത് ഇടത് ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക. ഇടതേത് വലതേന്നറിയാത്ത ദ്വയം. ത്രയം. ത്രയം? യെസ്, 3 pence. പടഞ്ഞല്ലോ തീർത്ഥം ചരാപ്പിലുമുടാ. ആശാനെ ഞാനല്ല കിട്ടിയാന്ന്. എല്ലാവരും ഈ കണ്ണ് തുറക്കുക. കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോ? പിടിച്ചിട്ട് കെട്ടിട്ട് കേറിയൊരെണ്ണം തിരിച്ചിറങ്ങിയിരിക്കണോന്ന് മര്യാദയ്ക്ക് എവിടെയും കെട്ടിടി. ഹലോ 10. 10? നേരത്തെ നീ എന്നോട് 11 അല്ലേ പറഞ്ഞത്? അത് ഒന്നിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല പോലും. ഭയങ്കര പാടാന്ന്. കിട്ടണല്ലേ? ആ കിട്ടുന്നില്ല. ഗിരിയേട്ടൻ വന്ന് തോന്നണേ ഒരു സെക്കൻഡ്. അവരോട് മണിയടി നിർത്താൻ പറയും കേട്ടാ. മണിയടി നിർത്താൻ പറയും. ഗിരിയേട്ടൻ വരുന്നുണ്ട്. ഗിരിയേട്ടൻ വരുന്നുണ്ട്. ഗിരി വരുന്നുണ്ട്. അതാര് ഗിരി? ആള് കൂടിയാ പൈസ കൂടിയ എല്ലാ തന്നെ നഷ്ടക്കച്ചവടാ. സ്വാമി ഇത് അടിക്കുന്നത് നിർത്ത്. മാഷോ ഗിരിയെ ഈടെന്താ ഒരു പോകാൻ പാട്ടല്ല? അത് ഇളയമ്മ കൊതുവിന് പോച്ചാ. ആണാ? ആ തൽക്കാലം ഞാൻ പാട്ട് ഓഫ് ചെയ്യേ. ഓഫ് ഉണ്ടല്ലോ. പോയി ഓഫ് ചെയ്യടാ. ഒരു പാട്ടും പോകെ. ആശാന്റെ മണി കയറി പിടിച്ച ഞാൻ കാണിച്ചുതരാം. അത് ഐഡിയ. ആശാന്റെ മണി കൈ വിടറാ. അടി ഏതൊരു മുട്ടാത്ത മണിയാ. അത് നടക്കൂല പോലെ. സ്വാമി, അടുത്ത കണ്ണടയ്ക്കാറായോ? ആഹാ, ആദ്യം മണിയുടെ കാര്യത്തിൽ തീരുമാനിച്ചു മതി. ഇവിടുത്തെ മന്തു കുന്തു കൂന്ത്രാട്ടമല്ല. എടുക്കടാ. അറിയാതെ പറ്റിപ്പോയതാ. ബാക്കിയുള്ള ആത്മാക്കളെ എങ്ങനെങ്കിലും ഒന്ന് വായിച്ചു തരണം. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ മന്ത്രത്തിന്റെ ശക്തി പറയും. സാധനം തീർത്ത് അടിക്കട്ടെ. സ്വാമി നിങ്ങളോട് ക്ഷമിച്ചിരിക്കണോ? ആ പീഠത്ത് പോയിരിക്കുക. രണ്ടാളും അങ്ങനെ ഇരിക്കുക. കണ്ണടക്കുക. കണ്ണടച്ച് പ്രാർത്ഥിക്കുക എല്ലാരും. എന്താ പ്രാർത്ഥിക്കുക? അല്ല, അച്ഛമ്മ ഇങ്ങനെ വയ്യാണ്ട് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വയനാട്ടിൽ ട്രിപ്പ് പോകണോ? അവിടെ എന്ത് കാണാനാണ്? അയ്യോ, അച്ഛമ്മയുടെ ആവശ്യത്തിന് വേണ്ടി തന്നെ ഞങ്ങൾ പോകണം. മറ്റേ കാട്ടിക്കുളത്തെ വൈദ്യനല്ലേ, വൈദ്യന്റെ തൈലം പൊരട്ടിയ ഏത് പൊട്ടിയാലും സെറ്റ് ആവോ അത്ര. അതെയോ? എന്നാ നല്ലതാ. അല്ലെങ്കിൽ ഞാനും കൂടി വന്നാലോ? എന്നാ ഞാനും കൂടി വരാം. വയനാട്ടിലേക്കല്ലേ, നല്ല കുളിരായിരിക്കും. നീ എങ്ങനെ വരാ? നിനക്ക് സ്കെച്ചുള്ളല്ലേ ഗിരി? എടാ, ഈടുന്ന് സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈടുന്ന് തന്നെയല്ലേ തീർക്കൂ. അതല്ലേ ഒരു രീതി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ നാളെ ചിലപ്പോ വക്കീലിന്റെ കോള് വരും കേസിന്റെ കാര്യത്തിന്. മൂപ്പരുടെ വിളിയെല്ലാം പെട്ടെന്നാ. എന്നാ പിന്നെ ഞാനൊന്നേ കുളിച്ചിട്ട് വരാം. പോട്ടെ. അല്ല, അപ്പൊ മാഷ് പോകുന്നില്ലേ? ഞാൻ പോണില്ല, നിങ്ങൾ പോയിട്ട് വാ. എനിക്ക് നാളെ പാർട്ടി ഉണ്ട്. എന്നാ പിന്നെ ഞങ്ങള് നിൽക്കുന്നില്ല. ശരി, താങ്ക് യു. ആവാഹനം കഴിഞ്ഞിരിക്കണു. എല്ലാവരും കണ്ണ് തുറക്കുക. 13 എണ്ണവും കേറിയിട്ടുണ്ട്. 13 ആശാനെ 17 കയറിയിട്ടുണ്ട്. അതെങ്ങനെ? സൈഡിലേക്കൂടെ ഞാനൊരു 4 നൈസായിട്ട് വേറെയും കയറ്റിയിട്ടുണ്ട്. അപ്പൊ നിന്റെ 500 കട്ട് എല്ലാരും എടുത്ത് പാക്ക് ചെയ്ത് വേഗം കുട്ടി ചെന്ന് ഗൃഹനാഥനെ ഇങ്ങോട്ട് വിളിക്കുക. എന്നിട്ട് നമ്മുടെ കാൽപാദങ്ങൾ തൊട്ട് അനുഗ്രഹങ്ങൾ വാങ്ങി ഇതാ അങ്ങനെ ഏറ്റുവാങ്ങുക. ഇടവും വലവും നോക്കാതെ തിരുനെല്ലിയിൽ പോയി കൊണ്ടൊഴുക്കുക. ഒഴുക്കാൻ മറന്നാലും നമ്മൾ ദക്ഷിണ മറക്കല്ലേ. എന്റെ മടി നിന്നെ ഇവിടെ വിളിക്കുന്നു. നീ വേഗം വാ. പ്രേതങ്ങളെല്ലാം കുത്തിക്കെറ്റി. വേഗം വാ. കേട്ടാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ടെങ്കിലും സംഭവം ഇരുള്ളിട്ട് നിങ്ങൾ പോയി ഒഴുക്കുക. തിരിച്ച് വീട്ടിലേക്ക് വരിക. നിങ്ങൾക്ക് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്വാമിയെ പറയും.